ഹായ് ഗെയ്സ്, നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ? മൂന്നാറിൻ്റെ രാത്രി സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. അതിനായിട്ട് നമ്മൾ പോകുന്നത് ചിന്നാർ ഉദുമൽപേട്ട് ഫോറസ്റ്റ് ഹൈവേയിലാണ്. കാടിനുള്ളിലൂടെ രാത്രി ആ ചീവീടിൻ്റെ ശബ്ദവും കാടിൻ്റെ നിശബ്ദതയും ഒക്കെ ആസ്വദിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ വല്ല ആനയെയോ കടുവയെയോ കാണാമല്ലോ. രാത്രി ഹോട്ടലിൽ നിന്നിറങ്ങിയതും പോകുന്ന വഴി നല്ല കോടയായിരുന്നു. ഈ സ്ഥിതിയിൽ മുന്നിലൊരു ആന വന്നാൽ കൂടി അറിയാൻ വയ്യാത്ത അവസ്ഥ. പക്ഷേ മൂന്നാർ ടൗണിൽ ഒന്നും ഈ കോടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പണി പാളി ഗൈസ്. നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് കടന്നു, പക്ഷേ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടത്തി വിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ്. പക്ഷേ തോറ്റുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. നാളെയും വരുമെന്ന തീരുമാനത്തിലാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ദൂരം വന്നെങ്കിലും ഒരു ആനയെയോ കടുവയോ കാണാൻ പറ്റിയില്ല. ആകെ ഒരു ആശ്വാസത്തിന് 2 കാട്ടുപോത്തിനെയും 1 മ്ലാവിനെയും 1 മുയലിനെയും കണ്ട് തൃപ്തിയടഞ്ഞു. പിറ്റേ ദിവസം ആനയെ കാണാൻ വേണ്ടി കുറച്ച് വൈകിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, ഹോട്ടലിലേക്കുള്ള വഴിയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിച്ചു പോകണമെന്ന്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കാടിനുള്ളിലാണുള്ളത്. പക്ഷേ 3 ദിവസം അവിടെ സ്റ്റേ ചെയ്തെങ്കിലും ഒരാനയെപ്പോലും ആ പരിസരത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആനയെ കാണാമെന്നുള്ള ത്രില്ലിൽ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും ആ ഫോറസ്റ്റ് കഴിയുന്നവരെ ആന പോയിട്ട് ആന പിണ്ടം പോലും ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഇനിയുള്ള ആകെ പ്രതീക്ഷ ചിന്നാർ ഉദുമൽപേട്ട് ഫോറസ്റ്റ് ഹൈവേ തന്നെ. ഇത്തവണ നമുക്ക് ഭാഗ്യമുണ്ട്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് നമ്മളെ കടത്തിവിട്ട് നമ്മൾ ഉദുമൽപേട്ടിലേക്ക് പോകുകയാണ്. പക്ഷേ പോകുന്ന വഴിക്ക് ആനയൊന്നും ഇല്ലായിരുന്നു കേട്ടു. അതുവരെ ഇല്ലായിരുന്ന എയർടെലിൻ്റെ റേഞ്ച് ഉദുമൽപേട്ടിൽ എത്തിയപ്പോൾ ഫുൾ റേഞ്ചിൽ കത്തി നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഉദുമൽപേട്ടിൽ നിന്നും ഓരോ കട്ടൻ ചായയും കുടിച്ച് തിരിച്ചു. ആനയും കണ്ടില്ല, കടുവയും കണ്ടില്ല എന്ന സങ്കടത്തിൽ നമ്മൾ പോന്നപ്പോഴാണ് ദേ നിൽക്കുന്നു ഒരാനക്കുട്ടൻ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഇവിടെ ഞാൻ മാത്രമേ അവനെ കണ്ടുള്ളൂ. ബാക്കിയുള്ളവർക്കും കൂടി അവനെ കാണാൻ വേണ്ടി ഞങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്തു. അവനെയും കണ്ട് അവൻ്റെ വീഡിയോയും എടുത്ത് ആനയെ കണ്ടെന്നുള്ള ത്രില്ലിൽ നമ്മൾ പോന്നപ്പോഴാണ് ദേണ്ടേ നമ്മുടെ മുന്നിൽ 2 ആനക്കുട്ടന്മാർ. അവന്മാരെയും കണ്ട് നിങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞ് ക്യാമറ എടുത്തപ്പോഴേക്കും അവന്മാർ കടന്നു കളഞ്ഞു. അവന്മാർക്ക് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് താല്പര്യമല്ലെന്ന് തോന്നുന്നു. അതാണ് അവന്മാർ മുങ്ങിയത്.